ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യം അമ്പയെ അപ്രസക്തമായ ദിവസമാണിന്ന്. ആ പേരിൽ എല്ലാം ഉണ്ടായിരുന്നു. അകാല വൈദവ്യത്തിന്റെ നോവു പിണഞ്ഞ പെൺമക്കളെയോർത്ത് ഹൃദയം നൊന്ത ഒരച്ഛന്റെ കരുതലും പകയും പ്രതികാരവും ആ പേരിലുണ്ട്. ഈ രാജ്യത്തിന്റെ ഇതിഹാസ പാരമ്പര്യമുണ്ട്, ചരിത്രവും സംസ്കാരവുമുണ്ട്. സ്കാൽപ്പും ഹാമറുമടക്കമുള്ള സൂക്ഷ്മവേദികളായ തിരഞ്ഞെടുപ്പ് പ്രയോഗിക്കപ്പെട്ട എല്ലാ പന്നിപ്പടക്കങ്ങളെക്കാളും തീക്ഷ്ണമാണ് സിന്ദൂർ എന്ന പേര്. അത് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദി എന്ന അറിവിനപ്പുറം ഈ രാജ്യത്തെ സ്ത്രീകളെയും സനാതനകളും സന്തോഷവതികളാക്കുന്ന മറ്റെന്താണുള്ളത്? നിന്റെ മോദിയോട് പോയി പറയൂ എന്ന പഹൽഗാമിലെ വെടിയൊച്ചകൾക്കൊപ്പം കേട്ട ആക്ഷേപം കേൾക്കേണ്ട ചെവിയിലെത്തിയിരുന്നു. ഭാതൃഭാവത്തിൽ പിതൃഭാവത്തിൽ ഒരു രക്ഷ അവരെ പൊതിഞ്ഞു നിൽക്കുന്നു. നാം സനാതനരായിരിക്കുന്നു. സീമന്തരേഖകളിൽ നിന്ന് സിന്ദൂരം മാച്ചതിന്റെ പ്രതികാര കഥകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മോദിയുടെ 2 പെൺമക്കളാണ്, സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും. അവിടെ ആ മനുഷ്യൻ ചരിത്രം എഴുതുകയായിരുന്നു. നല്ല അച്ഛൻ പെൺമക്കൾ എങ്ങനെയാണ് ശാക്തീകരിക്കപ്പെടുന്നതെന്ന് ലോകത്തോട് മാത്രമല്ല ആഭ്യന്തര വായാടികളായ സകല ഫെമിനിസ്റ്റ് ദുരന്തങ്ങളോടുമുള്ള മറുപടി കൂടിയായിരുന്നു അത്. പൂവ് ചോദിച്ചവർക്കെല്ലാം പൂക്കാലമാണ് കിട്ടിയത്. ആക്രമണത്തിന്റെ തെളിവുകൾ ആവശ്യത്തിലധികം വെളിയിൽ വന്നിട്ടുണ്ട്. ഇത്തവണ പൈൻ മരങ്ങളെന്ന ആക്ഷേപത്തിന് തീരെ സാധ്യതയില്ല. മതഭീകരവാദം അടച്ചുവെച്ച് വിരിയിച്ച മാർക്കസുകളും മദ്രസകളുമാണ് തവിടുപൊടിയായി കിടക്കുന്നത്. വേട്ട എന്നാണ് സോഫിയ ഖുറേഷി ഇതിനെ വിശേഷിപ്പിച്ചത്. മൃഗങ്ങളെ പിന്തുടർന്ന് കൊല്ലുന്നതിന് വേട്ടയോളം മികച്ച മറ്റ് വാക്കേതാണുള്ളത്? രാജ്യം അതിന്റെ പ്രതികാരം ചെയ്തിരിക്കുന്നു. ദുശാസനമേധങ്ങളാൽ അഴിഞ്ഞു ഉലഞ്ഞാടുന്ന മുടികളൊന്നും ഇനി ചോര പുരട്ടിക്കെട്ടാൻ തടസ്സമില്ല. അത്രത്തോളം അത് ഒഴുകി പരന്നിരിക്കുന്നു. രാജ്യം അതിന്റെ ബലിഷ്ഠകരങ്ങളാൽ ഭീകരതയുടെ മാറ് പിളർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മോദി, നിങ്ങൾ എന്തു മനുഷ്യനാണ്! സിംഹപൗരുഷത്താൽ ലോക നേതാവാകുന്നു. ശ്രദ്ധ കൊണ്ട് ഗുരുവും കാരണവരുമാകുന്നു. അനുകമ്പയാൽ സഹോദരനും പിതാവുമാകുന്നു. സ്ഥിരചിത്തതയാൽ സൗമ്യ ശാന്തനായിരിക്കുമ്പോഴും പ്രതികാരങ്ങളൊന്നും മറന്നുപോകാതെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്നു. കോടികളുടെ ഹൃദയം നിങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന സ്നേഹത്തിന്റെ രസതന്ത്രമാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം. കഴുതപ്പുലികളുടെ സിംഹാസന ചുവട്ടിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചതിന് നന്ദി മഹാത്മാവേ. നിങ്ങളുടെ കാലത്ത് ജീവിക്കാൻ അനുവദിച്ചതിന് ദൈവത്തിനും നന്ദി. മുൻപ് തെളിവ് ചോദിച്ചവരെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ലത് തന്നെ. പക്ഷേ കരയാനുള്ള സമയമാണ്. നിങ്ങൾ പാഴാക്കി കളയരുത്. സിന്ദൂറിന് പകരം ചോദിക്കാൻ പാതിരാത്രിയിൽ പാക് പോർ വിമാനങ്ങളെത്തി. തങ്ങളെക്കൊണ്ട് താങ്ങൂല എന്ന് മനസ്സിലാക്കി പാക് വിമാനങ്ങൾ നാണം കെട്ട് മടങ്ങി. സർവജ്ഞരായ ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ മനസ്സിലാക്കിയ പാക് സൈനികർ വന്നതുപോലെ മടങ്ങിപ്പോയി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചിരുന്നു. ഇക്കഴിഞ്ഞ രാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ ആക്രമിക്കാനും മടിക്കില്ലെന്ന് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയെത്തിയത്. പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ എത്തിയത്. എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കിയിരുന്നു. പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തി. ഇതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടി ഒറ്റ രാത്രിയിലെ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് അവസാനിക്കില്ലെന്ന് സൂചന. ഓപ്പറേഷൻ സിന്ദൂറിന് 2ാം ഘട്ടമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ 21 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതിൽ 9 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞത്. അവശേഷിക്കുന്ന ഭീകര ക്യാമ്പുകളിലും ഇന്ത്യ ആക്രമണം നടത്തും. പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ 31 പേർ കൊല്ലപ്പെട്ടു, 41 പേർക്ക് പരിക്കേറ്റു. ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി ഇന്ത്യ തിരിച്ചടിക്കും. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിയില്ല എന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ കേന്ദ്ര സർക്കാർ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി. അതിനിടെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ അവശ്യവസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുന്നുണ്ട്. ദുരന്ത നിവാരണ സേന, സിവിൽ ഡിഫൻസ്, ഹോംഗാർഡുകൾ എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ ശക്തരാകണമെന്നും നിർദ്ദേശമുണ്ട്. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ സൈനികർ വീരമൃത്യു വരിച്ചു.
ലാൻഡ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. പൂഞ്ച് രജൌരി മേഖലയിലുണ്ടായ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെയാണ് ദിനേഷ് കുമാർ മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു ജവാൻ ചികിത്സയിലാണ്. ഷെല്ലാക്രമണത്തിൽ പ്രദേശവാസികളായ 15 പേർ കൊല്ലപ്പെട്ടു, 57 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. മരിച്ചവരിൽ സഹോദരനടക്കം 4 കുട്ടികളുമുണ്ട്. ഷെല്ലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി ശ്രീനഗറിലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 10 ജില്ലകളിലായി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഷെല്ലാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ കേന്ദ്രം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഷെല്ലാക്രമണത്തിന് പിന്നാലെ ജമ്മു കശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അധികൃതർ നിർദ്ദേശം നൽകി. ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഏതു സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. പാകിസ്ഥാൻ സൈന്യം ഉൾപ്പെടെ അതീവ സുരക്ഷയൊരുക്കുന്ന ഭീകര ക്യാമ്പുകളിലാണ് ഇന്ത്യയുടെ സംയുക്ത സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ 9 ഇടങ്ങളിലുള്ള ഭീകര ക്യാമ്പുകളാണ് ആക്രമിച്ച് നശിപ്പിച്ചത്. സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ്, സാധാരണ മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടായില്ല. എന്നാൽ രാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി രാത്രിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. പാകിസ്ഥാൻ ഒരടി പിന്നോട്ടില്ല. തിരിച്ചടി നൽകാൻ ഏതറ്റം വരെയും പോകും. ചിന്തിയ ഓരോ തുള്ളി രക്തത്തിന് പകരം ചോദിക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്ന ഊള പറയുന്നത്. അത് എങ്ങനെയെന്ന് പാകിസ്ഥാൻ അറിയാമെന്നാണ് ആ ഊളയുടെ പ്രകോപനം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ട ഭീകരരെ അടക്കം രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചാണ് ആ ഊള അഭിസംബോധന ചെയ്തത്. നേരത്തെ പാക് ദേശീയ അസംബ്ലിയിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കിയിരുന്നു. ശക്തമായ തിരിച്ചടി കിട്ടിയിട്ടും ഇന്ത്യൻ വിമാനങ്ങൾ തകർത്തുവെന്ന അവകാശവാദം അടക്കം നടത്തിയാണ് പാക് പ്രധാനമന്ത്രി പോർവിളി നടത്തിയത്. ഇന്ത്യയുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാണ് ദേശീയ അസംബ്ലിയിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. സൈന്യത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണ്. അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ തകർത്തുവെന്ന് അവകാശപ്പെട്ടു. ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലും ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകിയെന്നാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. മോദി അതിലപ്പുറം തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിന് രക്ഷയില്ല. യുദ്ധം അനിവാര്യമാണെങ്കിൽ, രാജ്യത്തെ രക്ഷിക്കാൻ യുദ്ധമാണ് വേണ്ടതെങ്കിൽ അത് തന്നെ തിരഞ്ഞെടുക്കാൻ മോദി തയ്യാറാകും. പക്ഷെ അത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ അവരുടെ ജീവൻ ഇല്ലാതാക്കിക്കൊണ്ടോ ആയിരിക്കില്ല. ലക്ഷക്കണക്കിന് ഇന്ത്യൻ സൈനികർ നമുക്കുണ്ട്. അവർ അവരുടെ ജീവൻ കളഞ്ഞും നമുക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിർത്തിയിൽ കാവലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിനാണ് ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിന്.